ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കർപ്പൂരം വെച്ച് മനസ്സിൽ പോലും ചിന്തിക്കാത്ത കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. ഇതൊക്കെ കണ്ടാൽ നിങ്ങൾ ശരിക്കും ഷോക്കാവും. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വേപ്പില എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നിങ്ങളടുത്ത് ഉണങ്ങിയ ഇലയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിത് കൊണ്ടുവച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട്. നിങ്ങളടുത്ത് ഫ്രഷ് ആയിട്ടുള്ള ഇലയുണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്. നമ്മൾ എടുക്കുന്ന ഇലയുടെ അളവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വരും. ഞാനിപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഇല എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിൻ്റെ എസൻസ് ഒക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആയുർവേദത്തിൽ വലിയൊരു സ്ഥാനം തന്നെ നമ്മളുടെ വേപ്പിലയ്ക്കുണ്ട്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മളുടെ വേപ്പില. ബാക്ടീരിയകളെ അകറ്റുന്നതിൽ വലിയൊരു സ്ഥാനം തന്നെ നമ്മളുടെ വേപ്പിലയ്ക്കുണ്ട്. അതിന് അത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെ ആയതുകൊണ്ടാണ് ഞാനിവിടെ വേപ്പില ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളടുത്ത് വേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഞാനൊന്ന് അരിച്ചും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് തുടയ്ക്കുന്ന വെള്ളത്തിലേക്കാണ്. ഞാൻ ഏകദേശം ഈ പാത്രത്തിൽ മുഴുവനായിട്ടും ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പാക്കറ്റ് ഷാമ്പു ആണ് കേട്ടോ. 1 രൂപേൻ്റെ ഷാമ്പു മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഷാമ്പു ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് വഴുക്കുമോ എന്നൊക്കെ. എന്നാൽ യാതൊരു വഴുക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ടാവും നമ്മളുടെ ഫ്ലോറൊക്കെ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഷാമ്പു ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കർപ്പൂരമാണ് കേട്ടോ. കർപ്പൂരം ചേർത്ത് കൊടുക്കൊണ്ട് തന്നെ ഇതിൻ്റെ സ്മെല്ലിന് നമ്മളുടെ വീട്ടിലേക്ക് പാറ്റ, പല്ലി, ഉറുമ്പ് ഒന്നും തന്നെ വരില്ല. നല്ലൊരു സ്മെല്ലും ആയിരിക്കും നമ്മളുടെ വീട് മുഴുവനായിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കർപ്പൂരം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏകദേശം 2 എണ്ണം ഞാൻ ഇതിലേക്കൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇത് വെച്ചിട്ട് വീടൊക്കെ തുടച്ചു കൊടുക്കാവുന്നതാണ്. കുഞ്ഞു മക്കളൊക്കെ മുട്ടുകുത്തി കളിക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ നല്ല നീറ്റായിരിക്കണം നമ്മളുടെ ഫ്ലോറ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ രീതിയിൽ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ യാതൊരു പേടിയും കൂടാതെ നമുക്ക് അവരെയൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് വിടാം. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതൊന്നും തുടയ്ക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല. ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ഇതുപോലെ തുടച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തുടച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്ക്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പം ഞാൻ വീട് മുഴുവനായിട്ട് നന്നായിട്ട് ഈ ലിക്വിഡ് ഉപയോഗിച്ചൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഞാനൊരു കർപ്പൂരം എടുത്തു കൊടുത്തതിന് ശേഷം ഈ സിങ്കിൻ്റെ ഹോളിലാണ് വെച്ച് കൊടുക്കുന്നത്. എന്തിനാണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത് വെച്ചാൽ രാത്രി നമ്മൾ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്താൽ പിന്നെ പാറ്റകളുടെയും പല്ലികളുടെയും രാജ്യമായിരിക്കും ഈ സിങ്കിൻ്റെ ഹോള്. അപ്പോൾ ആ ഹോളിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് തന്നെ പാറ്റ, പല്ലി ഒന്നും തന്നെ വരില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സിങ്കിൽ മാത്രമല്ല കേട്ടോ, വാഷ് ബേസിൻ്റെ ഹോളിൽ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുമൂലം നമുക്ക് പ്രാണികൾ അകറ്റാൻ വേണ്ടിയിട്ട് പറ്റും. മാത്രമല്ല ബാഡ് സ്മെൽ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിസ്സാരമായി നമ്മൾ കാണുന്ന ഈ കർപ്പൂരം വെച്ചിട്ടുള്ള കിടിലൻ ടിപ്പാണ് ഞാനിവിടെ വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു തവിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് കടുകെണ്ണ ഉണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്തോന്ന് മാത്രം. വെളിച്ചെണ്ണ നന്നായിട്ട് വെട്ടി തിളയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതിയാവും. ചൂടായി വരുന്ന സമയത്ത് ഞാൻ 2 കർപ്പൂരം ജസ്റ്റ് കയ്യിൽ വെച്ചൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കർപ്പൂരം പല്ലുവേദന ഉള്ള സമയത്തൊക്കെ ചെറിയൊരു കഷ്ണാക്കി ആ പല്ലിൻ്റെ വേദനയുള്ള സ്ഥലത്ത് നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അതിന് ആശ്വാസം ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കർപ്പൂരം കൂടെ ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണയുടെ ചൂടിൽ കിടന്ന് തന്നെ നമ്മളുടെ കർപ്പൂരമൊക്കെ നന്നായിട്ട് ആ എണ്ണയിലേക്ക് അലിഞ്ഞു വരും കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ തൊട്ട് നോക്കുന്ന സമയത്ത് നന്നായിട്ട് എണ്ണ ചൂടായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഈ ചൂടിൽ തന്നെ അലിഞ്ഞു വരും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് വേദനയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ജോയിൻസിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് വേദനകൾക്കൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ചെറിയ മക്കൾക്കൊക്കെ മൂക്കടപ്പ്, കഫക്കെട്ടൊക്കെ ഉള്ള സമയത്ത് നെഞ്ഞിൽ നമ്മൾ കുറച്ചെടുത്തൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ആശ്വാസം ലഭിക്കും. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം തന്നെ ഉണ്ടാക്കി നമ്മൾ
സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് ഉപയോഗിക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം വേദനയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുത്താൽ വളരെ പെട്ടെന്ന് നമുക്കതിന് റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് പണ്ട് കാലം മുതൽ തന്നെ എല്ലാവരും ചെയ്തു വരുന്ന നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് വളരെയധികം റിസൾട്ട് കിട്ടുന്നതാണ്. എല്ലാവരും ഒന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നേരത്തെ ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വേപ്പിലയിൽ കുറച്ചും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കർപ്പൂരമാണ് കേട്ടോ. ജസ്റ്റ് നമ്മളുടെ കൈ വെച്ചിട്ടൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നല്ല ഹാർഡായിട്ടുള്ളതാണെങ്കിൽ ഇടികല്ല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഞാനിതിൽ ആക്കി കൊടുക്കുന്നത് ഈ ഗുഡ് നൈറ്റിൻ്റെ റീഫില്ലിലേക്കാണ് കേട്ടോ. ഞാൻ കുറേ മാസങ്ങളായി ഈ മരുന്നാണ് കൊതുകിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത് വരുന്നത്. ഇതുപോലെ നമ്മൾ കുറച്ചധികം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഒരാഴ്ചയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. തിളപ്പിച്ചായതുകൊണ്ട് നമ്മൾ പച്ചവെള്ളത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാലും അത് കേടായി പോകുന്നതാണ്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കറണ്ടിലേക്കൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ യാതൊരു കെമിക്കൽസും ഇല്ലാതെ നാച്ചുറലായിട്ട് നമ്മൾ കൊതുകിനെയൊക്കെ വീട്ടിൽ നിന്നും തുരത്താൻ വേണ്ടിയിട്ട് പറ്റും. വയസ്സായവർ, ആസ്മ രോഗികൾ, ഹാർട്ട് പേഷ്യൻസ് ഒക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ ഇതുപോലുള്ള കെമിക്കൽസ് ആയിട്ടുള്ള മരുന്നൊന്നും വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നാച്ചുറലായിട്ടുള്ള ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ വീട്ടിൽ അലക്കാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വെക്കുന്ന ബക്കറ്റിൽ ഒരു 2 ദിവസമൊക്കെ നമ്മൾ അലക്കാൻ വേണ്ടിയിട്ട് വൈകുകയാണെങ്കിൽ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് ആ ബോക്സിൽ ഫസ്റ്റ് 2 കർപ്പൂരം ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് ഡ്രസ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ സ്മെല്ല് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിലേക്ക് പ്രാണികളൊന്നും തന്നെ വരികയില്ല. അതുപോലെ തന്നെ നമ്മൾ അലക്കുന്ന സമയത്ത് അത് ഇട്ടിട്ട് ആ കർപ്പൂരം അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അലക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മളുടെ ഡ്രസ്സിനൊക്കെ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയ ടിപ്പല്ല. എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ വേസ്റ്റ് ഇടുന്ന ബോക്സിൽ നിന്നും ചില സമയത്തൊക്കെ വല്ലാത്തൊരു ബാഡ് സ്മെല്ല് വരും. നമ്മൾ ഡസ്റ്റ്ബിന്നിൻ്റെ ഉള്ളിലായിട്ട് കവർ വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിരിക്കും വേസ്റ്റ് ഇടുന്നത്. അപ്പോൾ ആ കവർ വെച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ 2 കർപ്പൂരം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ സ്മെല്ലൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കർപ്പൂരം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു നാപ്തലിൻ ബോൾസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെ സ്കിപ്പായി പോയതാണ്. അപ്പോൾ രണ്ടും നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് നമ്മളെ സിങ്കിൻ്റെ അടിയിലുള്ള പൈപ്പില്ലേ അവിടെ ഹോൾ ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ വഴിയിലൂടെ വരുന്ന പാറ്റാപ്പല്ലൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം ഞാൻ വെച്ച് കൊടുക്കുന്നത് ബെഡ്റൂമിലാണ് കേട്ടോ. ഞാനിപ്പോൾ തലയിണക്ക് അടിയിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ എന്തിനാണ് വെച്ച് കൊടുക്കുന്നത് വെച്ചാൽ ഇതിന് നല്ലൊരു സ്മെല്ലാണ്. ഫസ്റ്റ് ഇതിൻ്റെ സ്മെല്ലിന് പാറ്റാപ്പല്ലൊന്നും തന്നെ വരില്ല. അതുപോലെ തന്നെ ഉറക്കം വരാത്ത ആൾക്കാർക്ക് പറ്റിയ നല്ല കിടിലൻ ടിപ്പാണ് കേട്ടോ. ഇതിൻ്റെ സ്മെല്ല് നല്ലൊരു പോസിറ്റിവിറ്റി തരുന്നതാണ്. പോസിറ്റിവിറ്റി ഉണ്ടായാൽ തന്നെ നമുക്ക് നന്നായിട്ട് ഉറക്കം വരും. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള നെഗറ്റിവിറ്റി ഒക്കെ പോയിട്ട് നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നതാണ്. അതുമൂലം നമുക്ക് നല്ല ഉറക്കവും കിട്ടും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കിഴി ഞാൻ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഞാനിപ്പോൾ വെച്ച് കൊടുക്കുന്നത് അലമാരയിലേക്കാണ്. മഴ സമയത്ത് വല്ലാത്തൊരു സ്മെല്ലായിരിക്കും നമ്മളുടെ ഈ അലമാരയിൽ നിന്നും വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒരു 2-3 ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മളുടെ ഈ തുണികളുടെ ഇടയിലായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ല് നമുക്ക് ഇതിൽ നിന്ന് വരുന്നതാണ്. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല കിടിലൻ ഐഡിയ അല്ലേ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ വേറൊരു കിഴി ഞാൻ എടുത്തിട്ട് ഇതുപോലെ പിന്നെ കണ്ടെയ്നറൊക്കെ വെച്ച ഭാഗത്തൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാറ്റാപ്പല്ലൊക്കെ കൂടുതലായിട്ട് വരുന്നത് നമ്മളുടെ അടുക്കളയിൽ നിന്നായിരിക്കും. അപ്പോൾ അടുക്കളയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് തന്നെ പാറ്റാപ്പല്ലി എല്ലാം ജില്ല വിട്ട് തന്നെ ഓടിക്കോളും. അപ്പോൾ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാറാല തട്ടുന്ന ഇതുപോലുള്ളൊരു കോലാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു കോല് തന്നെയാണ് കേട്ടോ അത്. നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ ഇതിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും ഒരു മോപ്പോ എന്തെങ്കിലുമൊക്കെ എടുക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും മാറാല തട്ടുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ. അത് ഇതിൻ്റെ ബ്രഷൊക്കെ നന്നായിട്ട് ഇളകി വരികയും ചെയ്യും. പക്ഷേ ഈ രീതിയിൽ നിങ്ങളൊന്ന് മാറാല തട്ടിയെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മാറാല വീട്ടിൽ നിന്ന് അകറ്റാനും പറ്റും. പിന്നെ ഒരു മാസത്തേക്കൊന്നും മാറാല ആ ഭാഗത്ത് തന്നെ വരില്ല കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ വേപ്പില മിക്സ് ഉണ്ടാക്കി വെച്ചിരുന്നില്ല, അതിൽ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ തുണിയിലൊന്ന് ഡിപ്പാക്കിയതിന് ശേഷം ഇതുപോലൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്.
ആ മിക്സ് ഉണ്ടാക്കിയത് ഞാൻ ഓൾറെഡി കാണിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ കാണിക്കാത്തത് കേട്ടോ. വീഡിയോ കുറച്ച് ലെങ്തി ആവുമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. എന്നിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് മാറാലയൊക്കെ ക്ലീനാക്കി എടുക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മളുടെ വീട്ടിൽ മാറാല കൊണ്ടുള്ള ശല്യം തന്നെ ഉണ്ടാവില്ല. ഇതിൽ യാതൊരു കെമിക്കൽസും നമ്മൾ ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് തന്നെ കുഞ്ഞു മക്കളുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ധൈര്യത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ മാറാലക്കോലിൽ ഇത് സെറ്റ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഉയരത്തിൽ നമുക്ക് മാറാലയൊക്കെ തട്ടിയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള വടി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാറാല കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും 100% റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാം മാറാലയും ഞാൻ തട്ടി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ തുണിയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്, നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ട് അലക്കിയെടുത്താൽ തന്നെ നല്ല ക്ലീൻ ആയിട്ട് വരും. 5 പൈസ ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐഡിയ അല്ലേ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചിരട്ടയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ മെഴുകുതിരിയുടെ ഒരു തിരി ഈർക്കിളിൽ കുത്തിവെച്ചിട്ട് ചിരട്ടയിൽ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗ്രാമ്പൂ, വെളുത്തുള്ളി തൊലിയോടുകൂടെ കുറച്ച് വേപ്പിലയും ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മെഴുകുതിരിയാണ് കേട്ടോ. ഞാൻ കളർ മെഴുകുതിരിയും വെള്ള മെഴുകുതിരിയും എല്ലാം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആ പൊടി നന്നായിട്ടൊന്ന് പൊടിച്ചും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സമയത്ത്. അപ്പോൾ മെഴുകുതിരി നന്നായിട്ടൊന്ന് ഉരുകി വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് കർപ്പൂരം പൊടിച്ചതും നേരത്തെ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രാമ്പൂ, വേപ്പില, വെളുത്തുള്ളി മിക്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ചിരട്ടയിൽ മുഴുവനായിട്ടും ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ബാലൻസ് ഉള്ളത് ഒരു പാത്രത്തിലേക്കും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കൊതുകിനെയും പാറ്റയും ഒക്കെ ഓടിക്കാനുള്ള നല്ല കിടിലൻ ഒരു ഐറ്റം ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരു മെഴുകുതിരി മാത്രം മതിയാവും. കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള മോസ്കിറ്റോ റിപ്പലൻ്റോ ഒന്നും വാങ്ങി നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് സേഫ്റ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ നാച്ചുറൽ ആയിട്ടുള്ള മെഴുകുതിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മെല്ലിന് വേണ്ടിയിട്ട് ഇതിലേക്ക് പുൽത്തൈലമോ കംഫോർട്ടോ എന്തെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ കത്തുന്ന സമയത്ത് നല്ല സ്മെല്ലായിരിക്കും നമ്മുടെ വീട് മുഴുവനും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.